ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സച്ചി കുടിച്ച് 4 കാലയിൽ കയറി വന്ന സമയത്ത് ഇത് കണ്ട് സഹിക്കാനാകാതെ അച്ഛൻ വളരെ വേദനയോടുകൂടി സച്ചിയോട് സംസാരിക്കുക. അപ്പോൾ സുധി എന്നോട് ചെയ്തതുപോലത്തെ ഒരു ക്രൂരത നീയും എന്നോട് ചെയ്യുകയാണോ? മറ്റുള്ളവരുടെ മുന്നിൽ നിന്റെ പേരിൽ ഞാൻ തല കുനിക്കേണ്ടി വരുവോടാ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പം അച്ഛ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോൾ, നീ എന്നെ വിളിച്ചു പോകരുത്, മൂക്കറ്റം കുടിച്ചിട്ട് കയറി വന്ന് നീ എന്നെ അച്ഛ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. നീ കാരണം ആ പെൺകുട്ടിയുടെ മുന്നിൽ ഞാൻ തീർന്നു പോയില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടപ്പെടലും കാര്യങ്ങളും ഒക്കെ. അപ്പം രേവതിയോടുള്ള ആ ഒരു ദേഷ്യം മൂത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ സച്ചി. അപ്പം ഇനി മേലിൽ നീ കുടിച്ചു പോയേക്കരുതെന്ന്, നീ കുടിച്ചിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ നീ നിൻ്റെ അച്ഛനെ കാണില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുക. ആ പെൺകുട്ടിയുടെ കണ്ണുനീര് ഈ വീട്ടിൽ വീഴാൻ ഞാൻ അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചിയുടെ അച്ഛൻ പറഞ്ഞു. നിന്നോട് ഇത് അവസാനത്താക്കിയതാണെന്നുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ അതൊക്കെ പറയുന്നത് കേട്ടപ്പോഴും സച്ചി ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുവാണ്. ഇനി ഒരു പറച്ചിൽ നിന്നോട് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറയാം. എന്നിട്ട് രവിയേട്ടൻ അവിടുന്ന് സങ്കടപ്പെട്ട് അങ്ങ് പോയി. അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്കും ആകെ സമാധാനക്കേടായി, സങ്കടമായി. സച്ചി എന്നിട്ട് നേരെ മുറിയിലേക്ക് പോകുക. അപ്പോൾ അവിടെ ചെന്ന് കയറി നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ രേവതി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അതായത് ആ ഒരു ബെഡിൻ്റെ സൈഡ് പറ്റി പാവം കിടന്ന് ഉറങ്ങുക. ഇത് കണ്ടപ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു. കാരണം തന്നെ അച്ഛൻ്റെ മുന്നിൽ വലിയൊരു കുറ്റക്കാരനാക്കിയിട്ട് ഇവളിവിടെ വന്ന് കിടന്ന് ഉറങ്ങുകയാണല്ലോ, അവൾ അങ്ങനെ ഉറങ്ങണ്ട എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മുടെ സച്ചി ചിന്തിക്കുന്നത്. സച്ചി എന്നിട്ട് ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ ഇങ്ങനെ കൈകൊട്ടി ഇങ്ങനെ വിളിച്ചു. അപ്പോൾ കൈകൊട്ടി ഡി എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ രേവതി പേടിച്ചു പോയി. രേവതി ചാടി എഴുന്നേറ്റു. എന്താ എന്ന് ചോദിച്ചു. എൻ്റെ മനസമാധാനം മുഴുവൻ കളഞ്ഞിട്ട് നീ ഇവിടെ കിടന്ന് സുഖിച്ചുറങ്ങുവാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് രേവതി എഴുന്നേറ്റു കേട്ടോ. നിങ്ങളുടെ മനസമാധാനം ഞാൻ കളഞ്ഞെന്നോ? നിങ്ങളുടെ മനസമാധാനം ഞാനെങ്ങനെ കളഞ്ഞെന്നാ ഈ പറയുന്നത്? ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. നീയൊന്നും ചെയ്തില്ല. എൻ്റെ അച്ഛനെ എന്നിൽ നിന്ന് നീ അകറ്റാനായിട്ട് ശ്രമിക്കുകയാണല്ലേടി എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാനൊന്നും ചെയ്തില്ല. ഈ ഉറങ്ങിക്കിടക്കുന്ന എന്നെ വന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ, നീ അങ്ങനെ സുഖിച്ച് കിടന്ന് ഉറങ്ങണ്ടടി, എൻ്റെ മനസമാധാനം കളഞ്ഞിട്ട് നീ ഉറങ്ങണ്ട, നിന്നെ ഞാൻ ഉറക്കുകയല്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്കിത് എന്തു പറ്റി? എൻ്റെ അച്ഛനെ പോലും എന്നിൽ നിന്ന് അകറ്റി നീ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്തിട്ടാടി കഴിയുന്നതെന്ന് ചോദിച്ചപ്പോൾ, എല്ലാത്തിനും കാരണം നിങ്ങളുടെ ഈ നശിച്ച കുടിയാണെന്ന് പറഞ്ഞു രേവതി. അത് കേട്ടപ്പോഴേക്ക് എടീ എന്നും പറഞ്ഞ് തല്ലാനായിട്ട് കൈ ഒങ്ങി രേവതിക്ക് നേരെ സച്ചി. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചി തുറിച്ച് നോക്കിയിട്ട് നീ തല്ലുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതാണോ തെറ്റ്? ഞാൻ പറഞ്ഞതല്ലേ ശരി? നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുള്ള നിങ്ങളുടെ അച്ഛൻ്റെ മുന്നിൽ കുടിച്ച് 4 കാലിൽ കയറി വന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന നിങ്ങൾ എന്നെ എന്തിനാ കുറ്റം പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്താ നിങ്ങളെ ചെയ്തത്? ആവശ്യമില്ലാതെ നിങ്ങളുടെ അരികിലേക്ക് പോലും ഞാൻ വരാറില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ പഴിക്കുന്നത് എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ രേവതി നിന്നങ്ങ് കുറേ അങ്ങ് ചോദിച്ചു. അന്നേരം സച്ചിക്ക് മറുപടി ഇല്ല. ഈ വെള്ളത്തിൻ്റെ പുറത്തായതുകൊണ്ട് കുറേയൊക്കെ അതും ഇതൊക്കെ കിടന്ന് പറഞ്ഞെങ്കിൽ പോലും രേവതിയുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം മുട്ടി നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് രേവതിക്ക് അവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടൽ, വീർപ്പ് മുട്ടൽ, മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ഇതൊന്നും താങ്ങാനാകാതെ വീട്ടിലേക്ക് പോയാലോ എന്ന് പോലും നമ്മുടെ രേവതി ചിന്തിച്ചു. അങ്ങനെ എന്നേക്കുമായി പോകാൻ രേവതിയെ കൊണ്ട് കഴിയില്ല. കാരണം ഇവിടെയുള്ള ആ ഒരു അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ രേവതിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. രേവതി എന്നിട്ട് എന്ത് ചെയ്തു? പിറ്റേ ദിവസം രാവിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് നേരെ ഒരുങ്ങി രാവിലെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോളെ എങ്ങോട്ടാ രാവിലെ തന്നെയെന്ന്. അതെ, ഞാൻ അച്ഛനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്താ മോളെ? ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പൊക്കോട്ടെ അച്ഛാന്ന് ചോദിച്ചപ്പം, അതെന്തിനാ മോളെ എന്നോട് അനുവാദം ചോദിക്കുന്നതെന്ന് ചോദിക്കുക. അല്ല, വീട്ടിലോട്ട് പോകാൻ സമ്മതിച്ചാൽ ഞാൻ പോകാമായിരുന്നു എന്ന് പറഞ്ഞു. അതിന് മോളുടെ വീട്ടിൽ പോകാനും വീട്ടിൽ പോയി അമ്മയെയും അനിയത്തിയെയും അനുജനെയൊക്കെ കാണുന്നതിൽ ഒരു തടസ്സമില്ല. മോൾക്ക് എപ്പോൾ പോകണമെന്ന് തോന്നിയാലും പോകാമല്ലോ, പിന്നെ എന്തിനാ മോളിങ്ങനെ ഇതൊക്കെ ആവണമെന്ന് ചോദിച്ചപ്പോൾ, അതല്ല അച്ഛാ, ഇവിടുത്തെ ജോലികളും കാര്യങ്ങളെല്ലാം ഞാൻ തീർത്തു, ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വേഗം വരാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു മോളോട് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ മോള് പോയിട്ട് വരാൻ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി പോവുകയാണെന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങി വരിക. അപ്പോൾ സച്ചി ഇറങ്ങി വന്നപ്പം, എടാ സച്ചി അവിടെ നിൽക്കാൻ പറഞ്ഞു അച്ഛൻ. എന്താ അച്ഛാന്ന് ചോദിച്ചപ്പം, മോളുടെ വീട് വരെ ഒന്ന് പോകുക, നീ അവളെ ഒന്ന് കൊണ്ടാക്കാൻ പറഞ്ഞു, അവിടം വരെ ആക്കാൻ പറഞ്ഞു. അയ്യോ, ഞാൻ ആ വഴിക്കല്ല പോകുന്നത്, എനിക്ക് വേറെ വഴിക്കാണ് പോകേണ്ടത്, ഞാൻ പോവില്ല എന്നുള്ള ഇതിൽ സച്ചി പറഞ്ഞപ്പോൾ, എന്താ വന്ന് നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാനും ബുദ്ധിമുട്ടായി തുടങ്ങിയോ? ഇത്രയും കാലം നീ പോകുന്ന വഴികൾ ഏതായിരുന്നു എന്ന് ഞാൻ ചോദിക്കാതിരുന്നതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനിയും ആ തെറ്റ് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എങ്ങോട്ട് പോയാലും എവിടെ തിരിഞ്ഞാലും എനിക്കറിയണം നീ എങ്ങോട്ടാണ്, എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ അച്ഛാ, ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുകയൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട മോളെ ഇവൻ തന്നെ കൊണ്ടാക്കും. എന്താടാ
മോളെ കൊണ്ടാക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, മോള് ചെല്ല്, അവൻ കൊണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം ഈ ചന്ദ്ര അപ്പുറം മാറി നിന്ന് കാണുക. അപ്പോൾ ചന്ദ്ര അവിടെ ചെന്ന് നിന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ രേവതി പോവുകയാണെന്ന് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ രേവതി എന്നിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, വീട്ടിൽ പോയി മോക്ക് വേണമെങ്കിൽ 2 ദിവസം നിന്നിട്ട് മോള് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാട്ടോ രവിയേട്ടൻ വിടുന്നേ. ഇപ്പോൾ രേവതിക്കും സന്തോഷമായി. അങ്ങനെ നമ്മുടെ രേവതി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. സച്ചിയുമായിട്ട് വണ്ടിയിൽ പോകുന്ന സമയത്താണെങ്കിലും യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് രണ്ടുപേരും പോകുന്നത്. അപ്പോൾ സച്ചിയുടെ ആ രീതികളും സച്ചിയുടെ ആ സ്വഭാവവും ഒക്കെ കണ്ട് രേവതിയുടെ ഉള്ളിൽ നന്നായിട്ട് നീറുന്നുണ്ട്, ശരിക്കും വേദനിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ രേവതി ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. അപ്പോൾ വീട്ടിൽ പോയതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ രേവതി നിൽക്കുന്നത്. അങ്ങനെ രേവതിയും സച്ചിയും കൂടി പോകുന്നു. അപ്പോൾ രേവതി വീട്ടിൽ ഇറങ്ങൂ എന്ന് സച്ചിയോട് ചോദിച്ചപ്പോൾ, ഞാൻ ഇറങ്ങുകയില്ല, എനിക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല, എനിക്ക് സമയമില്ല, എനിക്ക് അവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ മുട്ടായുക്തികൾ പറയാം. അപ്പോൾ ഇറങ്ങുകയില്ല എന്നുള്ള കാര്യം രേവതിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഒന്ന് ചോദിക്കേണ്ട മര്യാദ രേവതിക്കുണ്ടല്ലോ, ആ മര്യാദ അനുസരിച്ച് രേവതി ചോദിച്ചു. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. നമ്മുടെ രേവതിയെ വീടിന് മുന്നിൽ വഴിയിൽ ഇറക്കി വിട്ടിട്ട് സച്ചി പോവുക. അപ്പോൾ സച്ചി യാതൊരു ഇതുമില്ല, വെറുതെ ഒരു യാത്രക്കാരിയെ കൊണ്ട് ഇറക്കി വിട്ടു, ആ ഒരു മട്ടും മാതിരി. അങ്ങനെ രേവതി ഇറക്കി വിട്ടിട്ട് പോവാണെന്ന് പോലും പറയാതെ അവിടെ നിന്ന് നമ്മുടെ സച്ചി അങ്ങ് പോയി. രേവതിക്ക് അത് വല്ലാത്ത വിഷമമായി. രേവതി സങ്കടപ്പെട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുക. വീട്ടിലേക്ക് കയറി ചെന്ന് അവിടെ ഇങ്ങനെ, അപ്പോൾ ആ വീട്ടിൽ ആരെയും കണ്ടില്ല, ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നു. സങ്കടം സഹിക്കാൻ മേലെ, അതൊന്ന് വിങ്ങിപ്പൊട്ടി കരയാനൊരവസരം കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ആ ഒരു വീർപ്പുമുട്ടലോടുകൂടി രേവതി ഇങ്ങനെ അവിടെ ആ ഒരു ഉമ്മറത്ത് നിൽക്കുക. ഇതേ സമയത്ത് നമ്മുടെ രവിയേട്ടൻ്റെ അടുത്തേക്ക് ഈ ചന്ദ്ര വന്നു. അവളെന്തേ, അവളെവിടെ പോയതാ? അവൾ വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞപ്പോൾ, അല്ല പെട്ടിയൊന്നും കണ്ടില്ല. പെട്ടിയോ? അവൾ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി പോയതാണോ അത് ഒരു പോക്ക് അങ്ങ് പോയതാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. രവിയേട്ടനോട് പറഞ്ഞു, നീ എന്തൊക്കെയാ ചന്ദ്ര ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പറയുന്നതാണോ കുറ്റം? അവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറി അന്നു മുതൽ തുടങ്ങിയതാണ് ഇവിടുത്തെ മനസമാധാനക്കേട്. അവളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവളിനി ഇങ്ങോട്ട് തിരിച്ചു വരാതിരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അവളൊന്ന് വരാതിരുന്നാൽ മതിയായിരുന്നു, ഇനി അവളുടെ ശല്യം ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ്റെ മുന്നിൽ നിന്ന് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നു. ചന്ദ്ര, നീ ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ, അവളുടെ കാര്യത്തിൽ എനിക്ക് ഒരു വിലയും കൊടുക്കേണ്ടി വരില്ല, എനിക്കതിൻ്റെ ആവശ്യമേ വരില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നിട്ട് അവിടെ നിന്ന് പോവുക. മാരണം, വരാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഈ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രവിയേട്ടന് ഭയങ്കര സങ്കടമായി. അദ്ദേഹം ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആ കുഞ്ഞിനെ ഒരിക്കൽ പോലും ഒരു തരിമ്പ് പോലും മനസ്സിലാക്കാൻ ഈ പൂതനകളൊന്നും ശ്രമിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു വല്ലായ്മയാണ് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി അവിടെ വീട്ടുമുറ്റത്ത് ചെന്ന് നിൽക്കുന്നത് അമ്മയും അനുജത്തെയും കണ്ട് അവർ ഓടി വന്നു. ചേച്ചി എന്താ വന്നിട്ട് വിളിക്കാതിരുന്നേ, മിണ്ടാതിരുന്നേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രേവതി ഇങ്ങനെ തലയും കുമ്പിട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പോഴേക്ക് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. ലക്ഷ്മി വന്നിട്ട്, മോളെ നീ എന്താ വന്നിട്ട് അകത്തേക്ക് കയറാത്തേ, മിണ്ടാതെ നിൽക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ, മിണ്ടാനും അകത്തേക്ക് കയറാനൊന്നും തോന്നിയില്ല അമ്മയെന്ന് പറയാം. എന്താ മോളെ, നിൻ്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ, എൻ്റെ കുഞ്ഞ് വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, എന്താ നിനക്ക് പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി ആണെങ്കിലും ഇതൊന്ന് പറയാതിരിക്കാവോ, പാവം ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രേവതിയുടെ മുഖത്തെ ആ ഒരു മൗനം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ മോൾ വാ, അകത്തേക്ക് വരാൻ പറഞ്ഞു. വീടിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയത് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു. അമ്മ ചായ ഇടാമെന്ന് പറഞ്ഞു. അമ്മ ചായ ഇടാൻ അകത്തേക്ക് പോയി. ഈ സമയത്ത് ചേച്ചിക്ക് അവിടെ സഹിക്കാൻ പറ്റാത്തതുപോലെയാണോ ചേച്ചി എന്നൊക്കെ അനുജത്തി ചോദിക്കുക. അപ്പോൾ ദേവികയോട് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ രേവതിയെക്കുറിച്ച് ദേവികയ്ക്ക് അറിയാം. അത് കഴിഞ്ഞ് പിന്നെ അനുജൻ്റെ കാര്യം ചോദിച്ചവൻ പുറത്തേക്ക് പോയതാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേക്കും അമ്മ ചായ കൊണ്ടുവന്നു. അമ്മ കൊണ്ടുവന്ന ചായയും കഴിക്കാനുള്ളതൊക്കെ ആർത്തിയോടെ വാരി കഴിക്കുന്ന നമ്മുടെ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെയും അനുജത്തിയുടെയും ചങ്ക് പൊട്ടിപ്പോയി. കാരണം ആ കുഞ്ഞവിടെ പട്ടിണിയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ മോളെ നീ എന്താ, നിനക്ക് അവിടെ കഴിക്കാനൊന്നും കിട്ടണില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ലക്ഷ്മി. അന്നേരം അമ്മേ, എനിക്കിപ്പോൾ ആ വീട് എൻ്റേതായിട്ട് തോന്നുന്നില്ലമ്മേ, മറ്റേതോ ഒരു ലോകത്ത് ഞാൻ ചെന്ന് പെട്ടുപോയൊരു രീതിയാണ് എനിക്ക് ആ വീട്ടിൽ. അമ്മേ, ഞാനിനി ആ വീട്ടിലേക്ക് പോകുന്നില്ലമ്മേ, എനിക്ക് ആ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥതയോടെയോ സമാധാനത്തോടെയോ സന്തോഷത്തോടെയോ ജീവിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം രേവതി ഇങ്ങനെ പറയാം. അപ്പോൾ രേവതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയും അതുപോലെ തന്നെ ദേവികയും ആകെ വിഷമിച്ചു. അപ്പോൾ ദേവിക പറഞ്ഞു, ചേച്ചിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരിടത്തേക്കും എൻ്റെ ചേച്ചി പോവണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ലക്ഷ്മി അതൊരമ്മയല്ലേ, ആ അമ്മയുടെ മനസ്സ് അതിനനുവദിക്കില്ലല്ലോ. അപ്പോൾ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്,
ജീവിതത്തിൽ അങ്ങനെ കൈപ്പേറിയ സമയങ്ങളും മധുരമുള്ള സമയങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ അറിഞ്ഞു വേണം ജീവിക്കാൻ. ഇതൊക്കെ പറഞ്ഞ് അമ്മയുടെ ഭാഗത്തു നിന്ന് മകൾക്ക് ന്യായീകരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുന്നു. എന്നാൽ മകൾ അവിടെ അനുഭവിക്കുന്നത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൾ അതൊന്നും അനുഭവിക്കേണ്ട, എൻ്റെ മോളിങ്ങ് പോരെ എന്ന് പറയാനുള്ള ഒരു മനസ്സിന് കട്ടി നമ്മുടെ ലക്ഷ്മിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിടക്കിക്കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.